എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ സൗഭാഗ്യപുരത്ത് പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജാരി ഇപ്പോൾ മഹാലക്ഷ്മി വിളക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. മുത്തശ്ശിയാകട്ടെ അത് ഭൂമിയോടാണ് പറയുന്നതും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭവാനിക്കാകട്ടെ തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. പൂജയുടെ അവസാനം മഹാലക്ഷ്മി വിളക്ക് എടുത്തൊഴിയാനായിട്ട് പൂജാരി അജയുടെ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇത് കാണുന്ന അഞ്ജനയ്ക്ക് മറ്റൊന്ന് തോന്നുന്നു. തനിക്കും അജയ്ക്കും ഇതേപോലെ ആരതി ഒഴിയണമെന്ന് അവൾ മുത്തശ്ശിയോട് ആവശ്യം പറയുന്നു. എന്നാൽ ഇത് ചെയ്യാനായിട്ട് അജയ് കൂട്ടാക്കുന്നില്ല. അവസാനം സത്യദാസന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അജയ് അതിനെ സമ്മതിക്കുന്നത്. അങ്ങനെ അഞ്ജന ആ വിളക്ക് ഏറ്റുവാങ്ങുന്നു. അജയും അഞ്ജനയും ചേർന്ന് ആ വിളക്ക് ഒഴിയുകയാണ്. ഈ സമയം അഞ്ജനയുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്ത് അതിലേക്ക് റോയുടെ കോൾ വരുന്നു. ഇത് കണ്ടപാടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള വെപ്രാളത്തിൽ കയ്യിലിരുന്ന വിളക്കിനെ പറ്റി അഞ്ജന മറക്കുന്നു. അത് കയ്യിൽ നിന്ന് തട്ടി താഴെ വീഴാൻ പോകുന്നത് കണ്ട് ഭൂമിക പെട്ടെന്ന് കയറി പിടിക്കുന്നു. പിന്നീട് ഭൂമിയും അജയും ചേർന്നാണ് ആ വിളക്കൊഴിയുന്നത്. അഞ്ജന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഇപ്പൊ നടന്നത്. അഞ്ജനയും ഭവാനിയും ഇതിലൂടെ തന്നെ അതീവ ദേഷ്യത്തിലാണ്. വിളക്കൊഴിഞ്ഞ് താഴെ വെച്ച ശേഷം ഭൂമി എല്ലാവരോടുമായി സോറി പറയുന്നു. ഇത് കേൾക്കുന്ന ഭവാനി ദേഷ്യത്തോടെ, എന്ത് സോറി? എന്താടി നീ കാണിച്ചത്? നീ ഈ വീട്ടില് പൂജയ്ക്ക് കയറിയത് തന്നെ ആക്ഷേപമാണ്. ഇതെന്താ നീ ജീവിക്കുന്ന തെരുവാണെന്ന് കരുതിയോ? ഇങ്ങനെ ഭൂമിയെ വളരെ മോശമായ രീതിയിൽ തന്നെ ഭവാനി എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുന്നു. ഇത് കേൾക്കുന്ന അജയുടെ അമ്മ, പൂജാരി എന്തെങ്കിലും ദോഷമായോ? മുത്തശ്ശിയും ഭയത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ പൂജാരിയുടെ മറുപടി മറ്റൊന്നായിരുന്നു. ആ വിളക്കെങ്ങാനും താഴെ വീണിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നാശമുണ്ടായേനെ. ദേവിയാണ് ഈ കുട്ടിയെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത്. ആ കുട്ടി അത് കയറി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ദോഷമൊന്നും സംഭവിക്കാതിരുന്നത്. ഭവാനി ഭൂമിയോടെ പറഞ്ഞ ഈ കടുപ്പിച്ച വാക്കുകൾക്കെല്ലാം സത്യദാസും മുത്തശ്ശിയും ചേർന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഭവാനിയും അഞ്ജനയെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് കാണുന്നത്. മുത്തശ്ശി ഇപ്പോൾ ഒരു കാര്യം എല്ലാവരോടുമായി പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിലുള്ള തീയതി ഞാൻ നോക്കുക തന്നെ ചെയ്യും. കുടുംബക്ഷേത്രത്തിൽ പോയി വന്നിട്ട് വേണം എനിക്കതിനുള്ള തീയതി നിശ്ചയിക്കാൻ. എന്നാൽ ഇത് കേട്ടപാടെ അജയ് ആകെ അസ്വസ്ഥനാണ്. മുത്തശ്ശി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഭവാനി അവിടെ നിന്ന് പെട്ടെന്ന് മാറുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അഞ്ജനയും അമ്മയോടൊപ്പം അകത്തേക്ക് പോകുന്നു. അമ്മേ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യവും നടന്നില്ലേന്നാണ് അഞ്ജനയുടെ ചോദ്യം. എന്നാൽ അതങ്ങനെയല്ല, ശത്രുക്കൾ വളരെ ശക്തരാണെന്നാണ് ഭവാനി പറയുന്നത്. ഈ സമയം സത്യദാസും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താവശ്യത്തിനും ഈ വല്യച്ഛൻ കൂടെ ഉണ്ടാവും. ഇത് കേൾക്കുന്ന ഭവാനി ദേഷ്യത്തോടു കൂടി, വല്യച്ഛനല്ലല്ലോ, ഇവളുടെ സ്വന്തം അച്ഛനല്ലേ കൂടെ ഉണ്ടാകേണ്ടത്? എവിടെയാ സാഗർ? ഇല്ലാണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ? സത്യദാസിനോട് വളരെയറ്റം ദേഷ്യമുള്ള രീതിയിൽ ഭവാനി ഓരോന്ന് സംസാരിക്കുന്നത് കേട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അഞ്ജന ഇപ്പോൾ ചോദിക്കുന്നു, വെറുതെ കിട്ടുന്ന ഒരു അവസരവും അമ്മ കളയില്ലല്ലേ? എന്നാൽ ഞാൻ ചെല്ലട്ടെ അമ്മേ, എനിക്ക് ആ പലഹാര കച്ചവടക്കാരിയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അഞ്ജന അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഭൂമി അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. ഹലോ എന്ന് പറഞ്ഞ് അഞ്ജന സംസാരിക്കാൻ ചെല്ലുന്നു. എന്താ അഞ്ജന എന്നാണ് ഭൂമി ചോദിക്കുന്നത്. ഇത് കേട്ടപാടെ, നീ എന്നെ പേര് വിളിക്കുന്നോ? വലിയ വീട്ടിലെ ആളുകളെ റെസ്പെക്റ്റോടുകൂടി വിളിക്കാൻ നിനക്ക് അറിയില്ല എന്നാണ് അഞ്ജനയുടെ ചോദ്യം. ഇത് കേൾക്കുന്ന ഭൂമി കളിയാക്കിക്കൊണ്ട്, എന്താ മാഡം പറഞ്ഞോളൂ, അധികം നീ ഓവർ സ്മാർട്ട് ആവണ്ടെന്നാണ് അഞ്ജനയുടെ മറുപടി. ഭൂമി ഇപ്പോൾ പറയുന്നു, നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്കറിയാം. ആ വിളക്ക് കയറി പിടിച്ചതുകൊണ്ടല്ലേ, അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കേൾക്കുന്ന അഞ്ജന, നീ എന്തിനങ്ങനെ ചെയ്യാൻ പോയി? അത് താഴെ വീണ നിനക്കെന്താ? മറുപടി ഭൂമി, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് തോന്നിയത്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതിന് നിന്നെ ആരെങ്കിലും ഏർപ്പാടാക്കിയോടി എന്നാണ് അഞ്ജനയുടെ ഇപ്പോഴത്തെ ചോദ്യം. എടി ബോഡിയിൽ നിന്നും എന്നെ വിളിച്ച് സംസാരിക്കരുതെന്നാണ് ഭൂമി പറയുന്നത്. മറുപടി അഞ്ജന, അതിന് നീയൊക്കെ തെരുവ് സ്റ്റൈലല്ലേ, അതാ ഞാനും ആ രീതിയിൽ നിന്നോട് സംസാരിക്കുന്നത്. അഞ്ജന ഇപ്പോൾ ദേഷ്യപ്പിടിപ്പിക്കാൻ എന്നോണം ഭൂമിയോടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആഗ്രഹമുണ്ടല്ലേ ഈ വീട്ടിൽ കടന്നുകൂടാൻ? അതിനുവേണ്ടി മുത്തശ്ശിയെ നീ വശത്താക്കി. അടുത്ത ലക്ഷ്യം അജയ്. അതിന് സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരമെങ്കിലും നിനക്കറിയുമെന്നാണ് അഞ്ജനയുടെ ചോദ്യം. എനിക്കതറിയാമെന്നും പക്ഷെ അതൊന്നും നിനക്കില്ലെന്നും എനിക്കിപ്പോൾ ഉറപ്പായെന്നാണ് ഭൂമിയുടെ മറുപടി. നീ കാണിച്ചതെല്ലാം ഒരുമാതിരി ഫാദർലെസ് പരിപാടിയാണെന്നാണ് അഞ്ജന പറയുന്നത്. ഇത് കേട്ടിട്ട് ഭൂമി ദേഷ്യത്തോടെ, ധൈര്യമുണ്ടെങ്കിൽ മലയാളത്തിൽ പറയടി. അഞ്ജന വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനെന്നോണം, ഇനി അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ അയാൾ ഒരു ചെറ്റയായിരിക്കും. ഇത് കേട്ടപാടെ ഭൂമി അഞ്ജനയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അജയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താ ഈ കാണിക്കുന്നത്? വീട്ടിനകത്ത് കയറി വന്ന് ബാക്കിയുള്ളവരെ തല്ലുന്നോ? എങ്കിൽ പിന്നെ എന്നെ കൂടെ തല്ലടി. ഇത് കേൾക്കുന്ന ഭൂമി, നിങ്ങളെ വേണമെങ്കിലും ഞാൻ തല്ലും. ഇനി ആരെങ്കിലും എൻ്റെ അച്ഛനെ പറ്റി മോശമായി പറഞ്ഞാൽ ഞാൻ തന്തയില്ലാത്തവളാന്ന് ഇവള് പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്ക്. വധശിക്ഷ കിട്ടിയാലും വേണ്ടില്ല, അതിനു മുമ്പ് ഞാൻ തല്ലിയിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് നോക്കിക്കൊണ്ട് അഞ്ജനയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അജയ്. അജയ്ക്കാകട്ടെ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായത്. സമയത്ത് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് വീടിന് പുറത്തിറങ്ങിയ അച്യുതൻ അതാ ഭവാനിയെ കാണുന്നു. ഭവാനിയും ഞെട്ടിവരച്ച് അച്യുതനെ തന്നെ നോക്കുകയാണ്. ഭവാനി ശ്രദ്ധിക്കുന്നത് കണ്ടപാടെ അവിടെ നിന്ന് അച്യുതൻ ഓടി ഒളിക്കുന്നു.
ഇത് ഭവാനിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനായിരിക്കും അച്യുതൻ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്. ഞാൻ ഏൽപ്പിച്ച ആ കുട്ടിയെ അച്യുതനിപ്പോൾ കൊന്നില്ലേ? അബ്രാം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം എന്തോ ആവശ്യത്തിനെന്നോണം അല്പം പണവും എടുത്ത് അജയുടെ അച്ഛൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. കാറിൽ കയറുന്ന തിരക്കിനിടയിൽ കയ്യിലുണ്ടായിരുന്ന പണക്കെട്ടുകളിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം താഴെ വീഴുന്നു. ഇത് ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുമുണ്ട്. ഭൂമിയാകട്ടെ അത് ചെന്ന് എടുക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഡോക്ടർ പണത്തിൻ്റെ ആവശ്യത്തിനെ പറ്റി പറഞ്ഞത് ഭൂമി ഓർക്കുന്നത്. അച്ഛൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് നടക്കണമെന്നുള്ള കാര്യം ഭൂമി ഓർക്കുന്നു. ഈ സമയം വീടിനകത്ത് അജയുടെ അമ്മയും അഞ്ജനയും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഭൂമി അങ്ങോട്ടേക്ക് വരുന്നു. ഭൂമിയെ കണ്ടപാടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആഹാരം കഴിച്ചോ? കഴിക്കാമെന്നാണ് ഭൂമിയുടെ മറുപടി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന പണം മുത്തശ്ശിക്ക് നേരെ നീട്ടുന്നു. മുത്തശ്ശി, ഇത് മാധവൻ സാറിന്റെ കയ്യിൽ നിന്ന് വീണു പോയതാണ്. സാറ് കാർ ഓടിച്ചു പോവുകയും ചെയ്തു. ഈ നോട്ട് താഴെ വീണത് അറിഞ്ഞതുപോലുമില്ല. ഭൂമിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ശേഷം അവളെ അനുഗ്രഹിച്ചോണം മുത്തശ്ശി പറയുന്നുണ്ട്. മോളെ, നീ അല്ലാതെ ഇതൊന്നും വേറെ ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞ ശേഷം മുത്തശ്ശി ആ പണക്കെട്ടുകളിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ഭൂമിക്ക് കൊടുക്കുന്നു. എന്നാൽ അത് നിരസിക്കുകയാണ് ഭൂമി. ഞാനത് മേടിച്ചാൽ കൈക്കൂലി മേടിക്കുന്നത് പോലെ ആവില്ലേ? അത് വേണ്ട. ഇത്രയും പറഞ്ഞ ശേഷം യാത്ര ചോദിച്ച് ഭൂമി അവിടെ നിന്നിറങ്ങുന്നു. ഭൂമി പോകുന്നത് നോക്കി സംഗീത ഇങ്ങനെ പറയുന്നു, എന്ത് നല്ല മോളല്ലേ അമ്മ ഇവള്. ആദ്യമായി കണ്ട ദിവസം തന്നെ എനിക്കിഷ്ടമായെന്നാണ് മുത്തശ്ശി പറയുന്നത്. കേൾക്കുന്ന അഞ്ജന ദേഷ്യത്തിലെന്നോണം മുത്തശ്ശിയോടായി പറയുന്നു, ഈ പണം വീഴുന്നത് പലരും കണ്ടു കാണും. അതുകൊണ്ട് മാത്രം അവൾ കൊണ്ട് തന്നത്. അതിന് ഇത്രയ്ക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന മുത്തശ്ശി മറുപടിയായി, ദരിദ്രമാണെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പണമില്ലാതെ പോയത് അവരുടെ കുറ്റമൊന്നുമല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം. ഭൂമി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് അവളുടെ കുറ്റം കൊണ്ടാണോ? നീ ഇപ്പോൾ ഒരു പണക്കാര കുടുംബത്തിൽ നിൽക്കുന്നത് നിന്റെ ഗുണം കൊണ്ടുമോ? ഭഗവാനെ നിരക്കാത്ത വർത്തമാനങ്ങളൊന്നും മേലായി വീട്ടിൽ വെച്ച് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് മുത്തശ്ശി അഞ്ജനയെ വിലക്കുന്നു. മുത്തശ്ശിയോട് ക്ഷമ പറഞ്ഞ് അഞ്ജന അവിടെ നിന്ന് പോകുന്നു. ശേഷം മുത്തശ്ശി കഴിക്കാൻ വിളിക്കുകയാണ്. സംഗീത, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാം. അതിനു മുമ്പ് നീ മാധവനെ വിളിച്ച് കാശ് കിട്ടിയ വിവരം പറയാൻ മുത്തശ്ശി ആവശ്യപ്പെടുന്നു. സമയം അച്യുതൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന പാടെ ഭാര്യയുമൊത്ത് അവിടെ ഉണ്ടായിരുന്ന വിവരങ്ങളെല്ലാം പറയുന്നു. സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയെ പറ്റിയാണ് അച്യുതന് പറയാൻ കൂടുതലും. അവർ ഭൂമിയെപ്പറ്റി വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അവൾ നമ്മളുടെ ഭാഗ്യമാണെന്നും മറ്റുമാണ് അവർ പറയുന്നത്. പക്ഷേ ആ ഭാഗ്യം നമ്മളുടെ കൈവിട്ട് പോകുമോ എന്നാണ് എൻ്റെ ചിന്ത. എപ്പോഴും ഈ ഒരു വർത്തമാനമേ ഉള്ളൂ എന്നാണ് ഭാര്യ ചോദിക്കുന്നത്. ഇപ്പം എന്താ ഈ ഇടയായിട്ട് ഇങ്ങനൊരു തോന്നലെന്നാണ് ഭാര്യ ചോദിക്കുന്നത്. താമസിക്കാതെ തന്നെ ഭൂമിയും ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ്. ഊട്ടിയിൽ വന്നിറങ്ങിയ പാടെ ഭൂമി പരിഭവം പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ എവിടെയൊക്കെ നോക്കി, അവിടെ എങ്ങും കണ്ടില്ലല്ലോ. ഇവിടെയൊക്കെ ഒരുപാട് വലിയ വലിയ ആളുകളാണ് ഉള്ളത്. അതിനിടയിൽ എനിക്ക് തന്നെ കുറച്ചിൽ തോന്നിയോണ്ടാ മാറി നിന്നതെന്ന് അച്യുതൻ. എൻ്റെ അച്ഛനെക്കാട്ടിലും വലുതായിട്ട് അവിടെ ആരാണുള്ളതെന്നാണ് ഭൂമി ചോദിക്കുന്നത്. അതിനുശേഷം ഭൂമി അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അവിടുത്തെ എല്ലാവരെയും തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവിടുത്തെ മുത്തശ്ശി. എനിക്കും ഒരു മുത്തശ്ശിയെ വേണമെന്നാണ് ഭൂമി പറയുന്നത്. ഇത് കേൾക്കുന്ന അച്യുതൻ, അതിനിപ്പോൾ ഞാനെവിടെ പോകാനാ? ന്യൂജൻ പിള്ളേർ പഴയ മുത്തശ്ശിമാരെയൊക്കെ വിൽക്കുന്നെന്നാ കേട്ടത്. വല്ല എക്സ്ചേഞ്ച് ഓഫറിൽ കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് മേടിച്ചാലോ? ചെറിയൊരു തമാശ രൂപേണയാണ് ഭൂമി തൻ്റെ ആഗ്രഹം അച്ഛനോട് പറയുന്നത്. ഈ കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിക്കുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ അച്ഛാ? എല്ലാം കേൾക്കുന്ന അച്യുതന് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.